ഞാൻ ഈ ആഞ്ഞിലിച്ചക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ആഞ്ഞിലിച്ചക്ക ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ടപ്പോൾ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ആഞ്ഞിലിച്ചക്ക തിന്നുകൊണ്ടിരിക്കുക. ആഞ്ഞിലിച്ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു ഭയങ്കര പഠിത്തക്കാരനുണ്ട്, ശ്രീജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പം ഞങ്ങളെ ആഞ്ഞിലി ബാക്കിലത്തെ ബെഞ്ചിലിരുന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാഗിനകത്ത് കൈ ഇട്ടിട്ട് വാഴയിലയുടെ പൊതി ഇങ്ങനെ തുളച്ച് കൈ കൊണ്ട് കീറി തിന്ന് തീർക്കും. ഞങ്ങൾ തുളച്ചിങ്ങെടുത്ത് തിന്നും. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ കൈ കഴുകിയാൽ മതി. ബാക്കിയുള്ളവർ ഉണ്ണാൻ കൈ കഴുകുമ്പോൾ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞിട്ട് കൈ കഴുകും. ക്ലാസ്സിലിരുന്ന് തിന്നുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ നേരത്തെ പരിപാടിയുണ്ട്. ഇത് പൊളിക്കാൻ വേണ്ടി ടീച്ചർ ഞങ്ങളെയൊക്കെ മാറ്റിയിരുത്തി. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആഞ്ഞിലിച്ചക്കയുണ്ട്. ഇതങ്ങ് പൊളിച്ചിട്ട് നല്ല മണവും. ഞാനൊരു 5-6 ആഞ്ഞിലിച്ചക്ക എന്നിട്ട് ഇതിൻ്റെ കുരു കയ്യിൽ തുപ്പി ഇങ്ങനെ പിടിച്ചേക്കുക. 2 കുരു എൻ്റെ കയ്യിലുണ്ട്. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ എന്തോ സംശയം തോന്നിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കയ്യിലെന്നാ നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു മിണ്ടല്ല ടീച്ചർ. അവൻ ഈ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നവനാണ്. ടീച്ചറെ ഇവൻ്റെ ഈ ഒറ്റുകാരനവൻ പഠിത്തക്കാരനാണല്ലോ. ഞാൻ എൻ്റെ കൈ 2 ആഞ്ഞിലിച്ചക്കയുടെ കുരുവും പിടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു കയ്യിലെന്നാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ ഇവൻ ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തത്തമ്മയുടെ മുട്ടയാന്ന് പറഞ്ഞു. അല്ലേ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഇത് തത്തമ്മയുടെ മുട്ടയാണ്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞ് ഒരെണ്ണം തന്നില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണം ആക്കണ്ട, നീ ഇത് 2 എടുത്തോളാൻ പറഞ്ഞിട്ട് അവന് കൊടുത്ത്. ഇൻ്റർവെല്ലിൽ അവൻ എന്നോട് വന്നിട്ട് ചോദിച്ചു ഇതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇച്ചിരി വൈക്കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ തത്തമുട്ട വെച്ചാൽ മതി, അത് തത്തമ്മയാവും, 20 ദിവസം കഴിയുമ്പോൾ വിരിയും എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയമൊക്കെ വിട്ടു. ഒരു 18 ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ ആഞ്ഞിലിച്ചക്കയുടെ കുരു മുള പൊട്ടിയിട്ട് പച്ച കളർ മുള വരുമല്ലോ അതിനകത്ത്. ഇവൻ എന്നോട് വന്നിട്ട് പറയാ മുട്ട വിരിഞ്ഞ് ചിറക് പുറത്ത് കണ്ടെന്ന് അതിനകത്തുനിന്ന്. അവനിപ്പോ ഓസ്ട്രേലിയയിൽ എഞ്ചിനീയറാണ്. അതാണ് അവൻ പഠിച്ച് ഓസ്ട്രേലിയ എഞ്ചിനീയർ ആയിട്ട് പോയി. നീ ഇപ്പോഴും തത്തയുടെ മുട്ടയുടെ കാര്യം പറഞ്ഞോട് ഇറക്കിയല്ലോ.